നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഫ്ലട്ടറിലെ ഫോം എലമെന്റ്സ് ആണ്. അതല്ലെങ്കിൽ ഇൻപുട്ട് എലമെന്റ്സ്. നമുക്ക് യൂസറെ കയ്യിൽ നിന്ന് പലതരത്തിലുള്ള ഇൻപുട്ട് വാങ്ങേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഞാനൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് എ ഡിസൈൻ ഞാൻ ഫിഗ്മയിൽ വരച്ചതാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബോക്സുകളുണ്ട്. ദെൻ യു ഹാവ് പാസ്വേഡ് ഫീൽഡ്സ്, ഇമെയിൽ ഫീൽഡ്സ്, ദെൻ ഇവിടെ നമ്മളൊരു റേഡിയോ ബട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഡേറ്റ് പിക്കർ ഉണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. ദെൻ ഒബ്വിയസ്ലി യു ഹാവ് സം നോർമൽ ബട്ടൺ ആൻഡ് അതർ ടെക്സ്റ്റ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദിസ് കണ്ടെയ്ൻസ് ഡിഫറെൻറ്റ് പാർട്സ്. അതായത് നമ്മൾ ചെറിയ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്, ഒറ്റ വീഡിയോയിലല്ല ചെയ്യുന്നത്, ചെറിയ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ ഓൾറെഡി ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു മെയിൻ ഡോട്ട് ഫയൽ ഉണ്ട്. ഐ ജസ്റ്റ് ക്ലിയർഡ് എവറിത്തിങ് ഫ്രം ദാറ്റ്. അതല്ലെങ്കിൽ ഞാൻ ആ ഡീഫോൾട്ട് കോഡ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്നിട്ട് സൈൻ അപ്പ് പേജ് വേറൊരു പേജ് ക്രിയേറ്റ് ചെയ്തു. അതിനുള്ളിൽ ജസ്റ്റ് ഒരു സ്കഫോൾഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനീഷ്യലി നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കുറേ എലമെന്റ്സ് താഴോട്ട് കിടക്കുന്നുണ്ട്. ഒബ്വിയസ്ലി ഇതിന്റെ പാരൻസ് സ്കഫോൾഡിന്റെ ബോഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? ബോഡി ഒരു കോളം ആയിരിക്കും. ഓർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബോഡി ഒരു കണ്ടെയ്നർ കൊടുത്തു. ഓക്കെ, ദെൻ കണ്ടെയ്നറിന് ഞാനൊരു ഹൈറ്റ് കൊടുക്കുകയാണ്. ഐ എം ഗോയിങ് ടു ഗിവ് ആൻ ഇൻഫൈനൈറ്റ് ഹൈറ്റ്. ദെൻ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി. Then the child should be a column. Okay, and കോളത്തിന് ചിൽഡ്രൻ ഉണ്ടായിരിക്കും. ആൻഡ് നമുക്ക് ഈ ഡിസൈനിൽ നോക്കിയാൽ കാണാം യു ഹാവ് സം പാഡിങ് അറൗണ്ട്. ഇതിന്റെ എല്ലാ എലമെന്റും പാരന്റ് കോളത്തിൽ നിന്നും കുറച്ച് പാഡിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തുണ്ടായിരിക്കും? ഇവിടെ കണ്ടെയ്നർ നിങ്ങൾക്ക് പാഡിങ് കൊടുക്കാം. പാഡിങ് എഡ്ജ് ഇൻസെറ്റ് ഡോട്ട് ഓൾ, ദെൻ 20. ആൻഡ് ദർ ആർ ഡിഫറെന്റ് ഓപ്ഷൻസ്. എഡ്ജ് ഇൻസെറ്റ് ഡോട്ട് ഓൺലി, അങ്ങനത്തെ ഡിഫറെന്റ് ഓപ്ഷൻസ് നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും. ഇനി നമ്മൾ ആദ്യത്തെ എലമെന്റ് എന്ന് പറയുന്നത് യു ഹാവ് സംതിങ് കോൾഡ് സൈൻ അപ്പ്. ഒരു ടെക്സ്റ്റ് ഉണ്ട്, ദാറ്റ് ഈസ് ടെക്സ്റ്റ് ഇസ് സൈൻ അപ്പ്. ഞാനത് കമ്പോണന്റ് ആയിട്ടൊന്നും എഴുതുന്നില്ല, ഡയറക്റ്റ് ഇവിടെ തന്നെ എഴുതുകയാണ്. നിങ്ങൾക്ക് അതിനെ ടെക്സ്റ്റ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് കസ്റ്റം ടെക്സ്റ്റ് ഫീൽഡൊക്കെ ഉണ്ടാക്കി വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. സോ ഞാൻ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, ബിക്കോസ് നമ്മൾ ഇതിലെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ ഫോം എലമെന്റ്സിലാണ്. ഓക്കെ, ദെൻ യു ക്യാൻ ഹാവ് എ സ്റ്റൈൽ, ടെക്സ്റ്റ് സ്റ്റൈൽ, ആൻഡ് the color should be black. I need a black 54. Then font size എന്ന് പറയുന്നത് I need a 26 font size and save it. Now you have a sign up text here. Okay, so we have something called sign up, and I think like this, sign up. Okay, so black, let me increase the size. Okay, I just increase the black to be 87. ഓക്കെ, സോ ഇനി ഈ കോളം ഏറ്റവും ടോപ്പിൽ നിന്നുമാണ് എന്ത് ചെയ്തേക്കുന്നത്, സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ബിക്കോസ് നമ്മളൊരു കണ്ടെയ്നറിന്റെ ഉള്ളിലാണിത് നിൽക്കുന്നത്. അപ്പോൾ അത് കണ്ടെയ്നർ ബിഗിൻ ചെയ്യുന്നത് ഏറ്റവും ടോപ്പിൽ നിന്ന്, ബിക്കോസ് കണ്ടെയ്നറിന്റെ പാരന്റ് സ്കഫോൾഡ് ആണ്. ഓക്കെ, സോ ഇനി ഇതിന്റെ താഴെയാണ് നമ്മുടെ ആദ്യത്തെ ഫോം എലമെന്റ്. നിങ്ങൾക്ക് യൂസർ കയ്യിൽ നിന്ന് ഒരു ടെക്സ്റ്റ് ഇൻപുട്ട് വാങ്ങണമെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉള്ളത്. ഒന്ന് ടെക്സ്റ്റ് ഫീൽഡ് വെച്ച് വാങ്ങാം. ഓക്കെ, ഞാനൊരു ടെക്സ്റ്റ് ഫീൽഡ് ആഡ് ചെയ്തു. നിങ്ങൾക്ക് വേറെ ഒന്നുള്ളത് ടെക്സ്റ്റ് ഫോം ഫീൽഡ് ആണ്. ടെക്സ്റ്റ് ഫോം ഫീൽഡ് ഇത് തമ്മിൽ വിഷ്വലി നിങ്ങൾക്ക് എന്തായിരിക്കും, ഇത് തമ്മിൽ സെയിം ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം യു ഹാവ് സെയിം അപ്പിയറൻസ്. രണ്ട് ക്ലിക്ക് ചെയ്താലും യു ഹാവ് കീബോർഡ്സ്. ഓക്കെ, ആൻഡ് യു ക്യാൻ ഈവൻ ടൈപ്പ് ഇറ്റ്. പക്ഷേ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വാലിഡേഷൻ വേണം. അതായത് ഇപ്പോൾ നമ്മളുടെ ഡിസൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം മാൻഡേറ്ററി ഫീൽഡ്സ് ആണ്, അല്ലെങ്കിൽ ഇതെല്ലാം ഫില്ല് ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, സൈൻ അപ്പ് ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒന്ന് ഫില്ല് ചെയ്തില്ലെങ്കിൽ യു ഹാവ് ടു ഷോ that is mandatory. അപ്പോൾ എത്തരം കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, വാലിഡേറ്റർ എഴുതണം. അപ്പോൾ വാലിഡേറ്റേഴ്സ് എഴുതാൻ ഡീഫോൾട്ട് ആയിട്ട് വാലിഡേറ്റർ ഉള്ളത് ടെക്സ്റ്റ് ഫോം ഫീൽഡിനാണ്. ടെക്സ്റ്റ് ഫീൽഡിന് എന്തില്ല, വാലിഡേറ്റർ എന്നുള്ള പാരാമീറ്റർ ഇല്ല. നിങ്ങൾക്ക് ഇവിടെ വന്നാൽ യു ക്യാൻ ഹാവ് വാലിഡേറ്റർ. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു യൂസ് ടെക്സ്റ്റ് ഫീൽഡ് ആൻഡ് ടെക്സ്റ്റ് ഫോം ഫീൽഡ് രണ്ടും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്ന ടെക്സ്റ്റ് ഫീൽഡാണ്. ടെക്സ്റ്റ് ഫീൽഡിന് യു ഹാവ് ആദ്യം നമ്മൾ അതിന്റെ വിഷ്വലി അതിന്റെ അപ്പിയറൻസ് നോക്കാം. ഡെക്കറേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡെക്കറേഷൻ എഴുതാം. ആൻഡ് ദിസ് ഇസ് എൻ ഇൻപുട്ട്, അതുകൊണ്ട് അത് വരുന്നത് ഇൻപുട്ട് ഡെക്കറേഷനിൽ നിന്നുമാണ്. ഓക്കെ, ഇൻപുട്ട് ഡെക്കറേഷൻ. ആൻഡ് ഇനീഷ്യലി ഈ ടെക്സ്റ്റ് ഫീൽഡ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫോം ഫീൽഡിന് കുറച്ച് സ്റ്റേറ്റുകളുണ്ട്. അതായത് ഇവിടെ നോക്ക്, ഈ പേജ് ലോഡായി വന്നപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കേഴ്സർ വന്നു, അതിന്റെ ബോർഡർ ലൈനൊക്കെ എന്ത് ചെയ്തു, കളറ് മാറി. അപ്പോൾ അങ്ങനെ കുറേ ചേഞ്ച് വന്നു. ഈ സ്റ്റേറ്റിനെ വിളിക്കുന്നത് ഫോക്കസ്ഡ് സ്റ്റേറ്റ് എന്നാണ്. ഇനീഷ്യലി നമ്മൾ കണ്ട സ്റ്റേറ്റിനെ വിളിക്കുന്നത് എനേബിൾഡ് സ്റ്റേറ്റ് എന്നാണ്. ഓക്കെ, ഇതല്ലാണ്ട് ഒരു സ്റ്റേറ്റ് കൂടി എറർ സ്റ്റേറ്റ് ഉണ്ട്. സംതിങ് നമ്മൾ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇത് മാൻഡേറ്ററി ഫീൽഡിൽ എന്തെങ്കിലും എററൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വേറൊരു സ്റ്റേറ്റിലേക്ക് തോന്നും. അതാണ് എറർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റേറ്റിലൊക്കെ ഇത് എങ്ങനെ അല്ലെങ്കിൽ ഇതിന്റെ ബോർഡേഴ്സ് എങ്ങനെ ഇരിക്കണം എന്നുള്ള കാര്യമൊക്കെ അല്ലെങ്കിൽ എങ്ങനെ ഇത് ബിഹേവ് ചെയ്യണം നമുക്ക് എഴുതാൻ കഴിയും. ഇവിടെ വന്നിട്ട് I'm going to write enable border and that is coming from which type of border you want. ഇപ്പോൾ ഉള്ളത് അണ്ടർലൈൻ ബോർഡർ ആണ്, അതുകൊണ്ടാണ് അടിയിൽ മാത്രം വര കാണുന്നത്. See, I want outline input border. Okay, then save it. Now you can see it as a box. Okay, then ഞാനിത് ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, അത് പഴയ പോലെ എന്ത് ചെയ്യും, പഴയ സ്റ്റേറ്റിലേക്ക്, അതായത് ഫോക്കസ്ഡ് സ്റ്റേറ്റിൽ അതിന്റെ ബോർഡറിനെ കുറിച്ച് നമ്മളൊന്നും സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, See, I want focused border again as outline input border. Then ഇത് രണ്ടും എന്താവും, ഇപ്പോൾ ഫോക്കസ് ചെയ്യുമ്പോഴും എന്തായിരിക്കും, ഇതേപോലെ ഇരിക്കും. ഓക്കെ, ഇനി ഈ രണ്ട് സ്റ്റേറ്റിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ അപ്പിയർ ചെയ്യണം എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരേപോലെ ഉണ്ടല്ലോ, ഞാനിത് ക്ലിക്ക് ചെയ്താൽ കേഴ്സർ മാത്രമേ ബ്ലിങ്ക് ചെയ്യുന്നുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, you can have border side or border radius. Okay, I can have border radius is coming from border radius dot circular. See, I want it to be 10 and save it, and I think default is something like 10. Okay, I'm going to give it 20. Okay, then now you can see it is just curved here border. Then ഇവിടെ അതേപോലെ ഞാൻ എന്ത് ചെയ്യണം, I'm going to give that border radius again here. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇതേപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ബോർഡർ സൈഡൊക്കെ എഴുതാം. അതായത് ഫോക്കസ് വരുമ്പോൾ ഇതിൽ ഫോക്കസ് വന്നു എന്നറിയാൻ വേണ്ടി ഐ വാണ്ട് ടു ചേഞ്ച് ദ കളർ. അപ്പോൾ ഔട്ട്ലൈൻ ഇൻപുട്ട് ബോർഡറിന് ഇപ്പൊ നമ്മൾ എഴുതിയത് ബോർഡർ റേഡിയസ് ആണ്. ഇതേപോലെ നിങ്ങൾക്ക് എന്തുണ്ട്, യു ഹാവ് പ്രോപ്പർട്ടി കോൾ ബോർഡർ സൈഡ്. ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ബോർഡർ സൈഡ് ഡോട്ട്, ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം I think border side. Then you can have color and I need colors dot purple. Okay, then ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കണ്ടോ, ക്ലിക്ക് ഇവിടെ വന്നപ്പോൾ അത് എന്ത് ചെയ്തു, അതിൽ ഫോക്കസ് ഉള്ളപ്പോൾ അത് എന്തായി, അതിന്റെ കളറൊക്കെ മാറി. ഓക്കെ, ദെൻ ഐ വാണ്ട് ദ വിഡ്ത്ത് ടു ബി 2 ജസ്റ്റ് ഒരു തിക്നെസ് വരാൻ വേണ്ടി. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ ഇത് ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടോ തിക്നെസ് വന്നത്. അപ്പോൾ ഇതാണ് അതിന്റെ ബേസിക് സ്റ്റൈലിംഗ് എന്ന് പറയുന്നത്. ലെറ്റ് മീ മേക്ക് ഇറ്റ് ടു ദ സെന്റർ. സോ മെയിൻ ആക്സിസ് അലൈൻമെന്റ് എന്ന് പറയുന്നത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെന്റർ. സോ നൗ ഇറ്റ് ഈസ് ഇൻ സെന്റർ. നമുക്കൊന്നുകൂടി വിഷ്വലി അത് കാണാൻ ഇവിടെ ആയിരിക്കും സെന്ററിൽ വരുമ്പോൾ, മറ്റേ ടോപ്പിലാകുമ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി എനിക്ക് എന്ത് വേണം, ഇവർ തമ്മിലൊരു ഗ്യാപ്പ് വേണം. സോ ഒബ്വിയസ്ലി യു നോ ഹൗ ടു ക്രിയേറ്റ് ദാറ്റ്. യു ക്യാൻ ഹാവ് എ സൈസ്ഡ് ബോക്സ് ഓഫ് ഹൈറ്റ് ഓഫ് 20. Then save it. Now you have a gap between this text and the text field. Okay, let me format this. ഓക്കെ, ഇനി നമ്മൾ എഴുതാൻ പോകുന്നത്, നെക്സ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്നത് ഇതിൽ ഒരു പ്ലേസ് ഹോൾഡർ വേണം. അപ്പോൾ നമ്മൾ HTML ഒക്കെ നമ്മൾ പ്ലേസ് ഹോൾഡർ ടെക്സ്റ്റ് എഴുതും. അപ്പോൾ നമുക്ക് അതും ഇൻപുട്ട് ഡെക്കറേഷന്റെ പാർട്ടാണ്. പല രീതിയിൽ എഴുതാം. ഒന്ന് ഹിൻഡ് ടെക്സ്റ്റ് ആണ്. ഹിൻഡ് ടെക്സ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത് സ്ട്രിംഗ് ആണ്. ഡയറക്റ്റ് നിങ്ങൾക്ക് സ്ട്രിംഗ് കൊടുക്കുക. ഇവിടെ മൗസ് കൊണ്ടുവച്ചാൽ കാണിച്ചാലും ഇറ്റ് ഈസ് അക്സെപ്റ്റിംഗ് എ സ്ട്രിംഗ്. സോ ദിസ് ഇസ് ഫോർ എൻറ്റർ your name. Okay, and save ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ enter your name എന്ന് വന്നിട്ടുണ്ടായിരിക്കും. Okay, now you can see enter your name. Then ഇതല്ലാണ്ട് നിങ്ങൾക്കുള്ളത് ലേബൽ ഉണ്ട്. ലേബൽ, okay, ലേബൽ ഈസ് ആക്ച്വലി, ലേബൽ ടെക്സ്റ്റ് ഉണ്ട്, ലേബലും ഉണ്ട്. ലേബൽ ഈസ് ആക്ച്വലി എ വിഡ്ജറ്റ്. സോ യു ക്യാൻ പാസ് എ ടെക്സ്റ്റ് ഹിയർ. Then I'm going to give name here and save ചെയ്ത് കഴിഞ്ഞാൽ now it is ഹിൻഡ് ടെക്സ്റ്റ് പോയി ലേബലായി മാറി. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വന്നു, ഇവിടെ കണ്ടോ മുകളിലൊരു ചെറിയൊരു ഗ്രൂപ്പ് ബോക്സ് പോലെ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, നെയിം എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാണ് എന്ത് ലേബൽ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ലെങ്തി ഫോമിലൊക്കെ നമ്മൾ ഓൾറെഡി ഫില്ല് ചെയ്ത് പോകുമ്പോൾ പ്ലേസ് ഹോൾഡർ നമ്മൾ വൺസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പോകും. അപ്പോൾ പിന്നീട് നമുക്ക് ഈ ഫീൽഡ് എന്തായിരുന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങളൊരു ലേബലൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ദിസ് ഇസ് ലേബൽ ആൻഡ് യു ക്യാൻ ഹാവ് സംതിങ് കോൾഡ് ലേബൽ ടെക്സ്റ്റ് ആൻഡ് ദാറ്റ് ഈസ് എ ഡയറക്റ്റ് സ്ട്രിംഗ്. enter your name and save ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ നിങ്ങൾക്ക് ബോത്ത് ലേബൽ ആൻഡ് ലേബൽ ടെക്സ്റ്റും കൂടി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് ലേബൽ കൊടുക്കാം, അതല്ലെങ്കിൽ ലേബൽ ടെക്സ്റ്റ് കൊടുക്കാം. ലെറ്റ് മീ റിമൂവ് ദിസ് തിങ്. ലേബൽ ഞാൻ റിമൂവ് ചെയ്തു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി, ഇവിടെ ഇത് വന്നു enter your name. നേരത്തെ ഇവിടെ നെയിം എന്നായിരുന്നു. ഹിൻഡ് ടെക്സ്റ്റ് എന്ത് ചെയ്യില്ല, ഹിൻഡ് ടെക്സ്റ്റ് ഇവിടെ ഉണ്ടായിരിക്കില്ല. ലേബൽ കൊടുത്താൽ പിന്നെ വരുന്നത് എന്തായിരിക്കും, ഇവിടെ നോക്ക്, ഇത് വന്നത് ഏതാണ്, ലേബൽ ടെക്സ്റ്റ് എന്നാണ്, ഹിൻഡ് ടെക്സ്റ്റ് അല്ല. അപ്പൊ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഹിൻഡ് ടെക്സ്റ്റ് കൊടുക്കാം, അതല്ലെങ്കിൽ ലേബൽ കൊടുക്കാം. എല്ലാം കൂടി ലേബൽ ടെക്സ്റ്റും ലേബലും കൂടി ഒന്നിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. I'm going to give hint text as enter your name. Okay, enter, I think enter name is enough. So see, then ഇതാണ് എന്ത് പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തുള്ളത് ഇവിടെ നോക്ക്, നമ്മൾ നെയിമാണ് എൻ്റർ ചെയ്യാൻ പറഞ്ഞത്, ദാറ്റ് ഈസ് ഓക്കെ. ദെൻ നിങ്ങൾക്ക് ഇതിന് കുറേ പ്രോപ്പർട്ടികൾ ഉള്ളത്. ആ കേഴ്സറിന്റെ കളർ
നിങ്ങൾക്ക് വേറൊരു കളറിലേക്ക് വരണം. സി നമ്മുടെ കളർ ഒരു പച്ച കളറാണ്. അപ്പോൾ നമ്മുടെ ഡിസൈനിൽ അപ്പോൾ ഞാൻ ഇതിനെ എന്ത് ചെയ്തു, ഗ്രീൻ എന്നാക്കി ആൻഡ് സേവ് ഇറ്റ്. നൗ യു ഹാവ് എ ഗ്രീൻ കളർ. ഐ വാണ്ട് ദ കേഴ്സർ ടു ബി ഗ്രീൻ. അപ്പോൾ ടെക്സ്റ്റ് ഫീൽഡിന്റെ പ്രോപ്പർട്ടി ആണ് കേഴ്സർ കളർ ആൻഡ് യു ക്യാൻ ഹാവ് ദറ്റ് കളർ കളേഴ്സ് ഡോട്ട് ഗ്രീൻ ആൻഡ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നൗ യുവർ കേഴ്സർ ഈസ് ഓൾസോ ഗ്രീൻ. ഓക്കെ, ദെൻ ഇനിയുള്ളത് ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിഫിക്സ് ഐക്കൺ ഉണ്ട്. പ്രിഫിക്സ് ഐക്കൺ അങ്ങനത്തെ കുറേ പ്രോപ്പർട്ടികളുണ്ട്. സി പ്രിഫിക്സ് ഐക്കൺ, ഐ വാണ്ട് ആൻ ഐക്കൺ ഹിയർ. ഐക്കൺസ് ഡോട്ട് ഐക്കൺസ് ഡോട്ട് ലെറ്റ് മീ ഹാവ് an icon. ഞാൻ ജസ്റ്റ് ഒരു ഐക്കൺ കൊടുക്കുന്നുണ്ട്, പേഴ്സൺ, ആൻഡ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് an icon ഹിയർ. ഓക്കെ, സോ അതാണ് എന്ത് ഐക്കണിന്റെ പൊസിഷൻ. ഐ വാണ്ട് ഇറ്റ് ടു ബി ഗ്രീൻ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, കളർ ഗ്രീൻ എന്ന് കൊടുക്കാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഐക്കൺ എന്താവും, മാറും, ഗ്രീൻ കളറായി മാറും. ഇനി ഉള്ള പ്രോപ്പർട്ടി സഫിക്സ് ഐക്കൺ ഉണ്ട്. സഫിക്സ് ഐക്കൺ സെയിം, സഫിക്സ് ഐക്കൺസ് ഡോട്ട് സം ഐക്കൺ, ഏതെങ്കിലും ഒരു ഐക്കൺ എടുക്കാം. ഐക്കൺസ് ഡോട്ട് ഞാൻ ആ പേഴ്സൺ ഐക്കൺ തന്നെ കൊടുക്കുന്നുണ്ട്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും എന്ത് വരും, ദീസ് ആർ ദ ടു പൊസിഷൻ, പ്രിഫിക്സ് ആൻഡ് സഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് ദിസ് ഹിയർ ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ദിസ് ഹിയർ. നമ്മുടെ ഡിസൈനിൽ അതില്ല. ഓക്കെ, സോ ഇനിയുള്ളത് ഇവിടെ ഉണ്ട്. ഇവിടെ കണ്ടോ, ഇതിന്റെ കണ്ടന്റ് പാഡിംഗ് ഒക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ഹാവ് കണ്ടന്റ് പാഡിംഗ് എപ്പോഴും വരുന്നത് ഓർക്കേണ്ട എഡ്ജ് ഇൻസെറ്റ് ക്ലാസ് എന്നാണ്. ഓൺലി ഐ വാണ്ട് ലെഫ്റ്റ് എന്ന് പറയുന്നത് 20. നൗ ഇവിടെ കണ്ടോ, മൊത്തത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ ഹൈറ്റൊക്കെ കുറച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഇതിന് കാരണം, ഇതിപ്പോൾ ചെറുതാവാനുള്ള കാരണം ഇതാണ്. മറ്റേത് നമുക്ക് ഓൾ പാഡിങ് ഉണ്ടായിരുന്നു. ഞാൻ അതിനെയാണ് എന്ത് ചെയ്തത്, ഓൾ കൊടുത്തിട്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രം LTRB വിളിക്കാം. ഫ്രം LTRB ടോപ്പ് എന്ന് പറയുന്നത് 15, ഓക്കെ, ലെഫ്റ്റ് 15 or left 20, top 15, right 20, then bottom 15. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോമ വേണം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ആൻഡ് ഇഫ് യു വാണ്ട് ടു ഇൻക്രീസ് ദ പാഡിങ്, ഞാൻ എന്ത് ചെയ്തു, എല്ലാം 20 കൊടുത്തു. നൗ യു ക്യാൻ സീ ഇറ്റ് ഇൻക്രീസ്ഡ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടന്റ് പാഡിങ് ആഡ് ചെയ്യാം. ഓക്കെ, ഇനിയുള്ളത് ഇതിൽ കീബോർഡ് ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ സപ്പോസ് ഇത് നമ്മൾ എൻ്റർ ഇമെയിൽ എന്നാണെന്ന് വിചാരിക്കുക. ഓക്കെ, ദിസ് ഇസ് ഫോർ യുവർ ഇമെയിൽ. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന കീബോർഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കീബോർഡ് ഇപ്പോൾ നോർമൽ ടെക്സ്റ്റ് ആണ്. ആൻഡ് ഇഫ് യു വാണ്ട് ആ യൂസറുടെ ആക്സസിബിലിറ്റി ഈസി ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ ഇമെയിൽ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് @.com അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡിഫൈൻ ദ കീബോർഡ് ടൈപ്പ് വരുന്നത് ടെക്സ്റ്റ് ഇൻപുട്ട് ക്ലാസ്സിൽ നിന്നാണ്. ടെക്സ്റ്റ് ഇൻപുട്ട് ടൈപ്പ് ഡോട്ട് എന്ന് വേണ്ടി നിങ്ങൾക്ക് കുറേ ടൈപ്പ് കിട്ടും. ഇഫ് ഐ സെലക്ട് ഇമെയിൽ അഡ്രസ് ആൻഡ് സേവ് ഇറ്റ് ആൻഡ് ക്ലിക്ക് ഹിയർ, സേവ് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഇവിടെ അറ്റൊക്കെ വന്നിട്ടുണ്ടാവും. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഹൗ യു മേക്ക് നമ്മളുടെ ഇൻപുട്ടിന്റെ നമ്മൾ എന്ത് ഇൻപുട്ടാണോ അക്സെപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള കീബോർഡ് നമുക്ക് കൊണ്ടുവരാം. ആൻഡ് ഇഫ് ഐ മേക്ക് ദിസ് ആസ് ഫോൺ, ഇപ്പൊ നമ്മൾ ഫോൺ നമ്പർ ആണ് എൻ്റർ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഞാനിത് ഫോൺ ആക്കി കഴിഞ്ഞാൽ ദാറ്റ് കീബോർഡ് ഇറ്റ് ഈസ് എന്താ പറയുക, ഡയലറായി മാറിയിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്പേഴ്സ് എൻ്റർ ചെയ്യാം. ആൻഡ് ഇഫ് യു ആർ ആസ്കിങ് ഫോർ OTP, ദിസ് ഷുഡ് ബി നമ്പർ. OTP ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്പർ കീബോർഡ് കൊണ്ടുവരാം. ഇതും ഫോൺ നമ്പർ തമ്മിലുള്ള ഡിഫറൻസ്, ഫോൺ നമ്പറിൽ # പ്ലസ് അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടാവും. ഇവിടെ ജസ്റ്റ് നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, സോ ലെറ്റ് മീ മേക്ക് ഇറ്റ് നോർമൽ ടെക്സ്റ്റ് എന്ന് കൊടുത്തു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ കീബോർഡ് ഷുഡ് ബി നോർമൽ ടെക്സ്റ്റ് ആയി മാറി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ടെക്സ്റ്റ് ഫീൽഡിനെ സ്റ്റൈൽ ചെയ്യുന്നത്. ആൻഡ് ദ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് വേർ ഡു യു സ്റ്റോർ ദിസ് വാല്യൂ. ഞാനിവിടെ വന്നിട്ട് എൻ്റെ നെയിം എൻ്റർ ചെയ്യാൻ പറഞ്ഞു. എൻ്റെ നെയിം ദെൻ ഞാനിവിടെ എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് ലെറ്റ് മീ സേവ് ഇറ്റ്. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു എൻ്റർ മൈ നെയിം ജോൺ ഡോ എന്ന് എൻ്റർ ചെയ്തു. നമുക്കൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഡാറ്റ സംവേർ സ്റ്റോർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് എവിടെ സ്റ്റോർ ആവും, അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വി ആർ ഗോയിങ് ടു ഹാവ് എ കൺട്രോളർ ഹിയർ.
ഓക്കെ, കൺട്രോളർ ഇസ് നത്തിങ് ബട്ട് നമ്മൾ HTML അല്ലെങ്കിൽ HTML ഒക്കെ നമ്മൾ ഫോം ഉണ്ടാക്കുമ്പോൾ നെയിം എന്നൊരു പാരാമീറ്റർ കൊടുക്കും. ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ്, ദെൻ പ്ലേസ് ഹോൾഡർ നെയിം. ഓക്കെ, ദാറ്റ് നെയിം ഈസ് യുണീക്ക് നെയിം ഫോർ ദാറ്റ് ഇൻപുട്ട് ഫീൽഡ്. യൂസിങ് ദാറ്റ് നെയിം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെർവർ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ PHP പോലത്തെ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ നെയിമിനകത്ത് നിന്നുള്ള നിങ്ങൾക്ക് അതിൽ യൂസർ ടൈപ്പ് ചെയ്ത വാല്യൂ, ആ യുണീക്ക് എലമെന്റിനെ ഐഡന്റിഫൈ ചെയ്ത് അതിനകത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ID വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതേപോലെ ഇവിടെ നിങ്ങൾക്ക് എന്ത് വേണം, ഇത് കൺട്രോളർ, ഇവിടെ ഒരു കൺട്രോളർ കൊടുക്കണം. ഈ കൺട്രോളർ വരുന്നത് ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളർ എന്നുള്ള ടൈപ്പിൽ നിന്നാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ വന്നിട്ട് ഐ എം ഗോയിങ് ടു ഹാവ് സംതിങ് കോൾഡ് text editing controller, and this is for a name, so I'm going to give name controller equal to text editing controller. Okay, see, this is an instance of this text editing controller class, and ഇത് നമ്മളുടെ മെമ്മറിയിൽ എന്ത് ചെയ്യും, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിൽ ചെയ്യേണ്ട കാര്യം ഇതാണ്, യു ഹാവ് ടു ഡിസ്പോസ് ദിസ് തിങ്. ഡിസ്പോസ് മീൻസ് മെമ്മറിയിലേക്ക് ഒഴിവാക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ട് മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കൺട്രോളേഴ്സിനെ ഡിസ്പോസ് ചെയ്യാം. ആൻഡ് ഫ്ലട്ടർ സജസ്റ്റ് ഓൾവേസ് ഡിസ്പോസ് എ കൺട്രോളർ ആഫ്റ്റർ യൂസ് എന്നാണ്. അത് ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളർ ആവാം, അതല്ലെങ്കിൽ മാപ്പ് കൺട്രോളർ ആവാം, അനിമേഷൻ കൺട്രോളർ ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. സോ എന്ത് തന്നെ ആയാലും എന്ത് ചെയ്യുക, ട്രൈ ടു ഡിസ്പോസ് ദാറ്റ്. ഓക്കെ, ഡിസ്പോസ്. ഓക്കെ, ഇതില്ലാണ്ട് എഴുതാട്ടോ, ഡിസ്പോസ് ചെയ്യാണ്ട് എഴുതാം. അപ്പോൾ നിങ്ങൾ റിസോഴ്സ് സ്കേസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ബിൽഡ് ചെയ്യണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് റിസോഴ്സ് യൂട്ടിലൈസേഷൻ ഒക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ട്രൈ ടു ഡിസ്പോസ് എവറി കൺട്രോളേഴ്സ്. ഓക്കെ, സോ ഞാൻ സേവ് ചെയ്തു. ഇനി ഈ കൺട്രോളറാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ എഴുതി വെച്ച ഈ കൺട്രോളറിലേക്ക് എന്ത് ചെയ്യേണ്ടത്, പാസ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ സേവ് ചെയ്തു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ടൈപ്പ് ചെയ്യുന്ന കാര്യം ഇവിടെ ഉണ്ടായിരിക്കും, ആക്ച്വലി സ്റ്റോറിങ് ഇൻസൈഡ് ദിസ് കൺട്രോളർ. ഓക്കെ, ഇനി ഞാനിവിടെ വന്നിട്ട് ഇവിടെ ഒരു ബട്ടൺ എഴുതുകയാണ്. ഐ എം ഗോയിങ് ടു ഹാവ് ആൻ എലവേറ്റഡ് ബട്ടൺ. ആൻഡ് ബട്ടൺസ് നമുക്കറിയാം എല്ലാത്തിനും ഓൺ പ്രസ് എന്തായിരിക്കും, മാൻഡേറ്ററി ആയിരിക്കും. ദ ചൈൽഡ് ഷുഡ് ബി, ആ ബട്ടൻ്റെ പുറത്ത് എന്താണോ എഴുതി വരേണ്ടത് അതാണ് എന്ത് ചൈൽഡ് എന്ന് പറയുന്നത്. സി, ഐ വാണ്ട് ടു ഷോ സൈൻ അപ്പ്. ഓക്കെ, ആൻഡ് സേവ് ഇറ്റ്. നൗ യു ഹാവ് എ ബട്ടൺ. നമ്മൾ മെറ്റീരിയൽ 3 ഓൺ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ആൻഡ് ദ ബട്ടൺ കളർ, സി, ഐ വാണ്ട് ടു മേക്ക് ദ ബട്ടൺ ടു ബി എ ലാർജർ വൺ. എലവേറ്റഡ് ബട്ടൺ ആണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഒരു കസ്റ്റം കണ്ടെയ്നർ എഴുതി ബട്ടൺ, അതിന് കോൾ ബാക്ക് ഒക്കെ എഴുതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. ഐ തിങ്ക് ഐ ഹാവ് ഓൾറെഡി എ വീഡിയോ റിഗാർഡിംഗ് ഹൗ ടു മേക്ക് എ കണ്ടെയ്നർ ആൻഡ് ഹൗ ടു മേക്ക് എ കോൾ ബാക്ക് ഫംഗ്ഷൻ. ഗോ ആൻഡ് വാച്ച് ദാറ്റ്. ഓക്കെ, ദെൻ ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്തു, ഒരു കണ്ടെയ്നർ കൊടുത്തു. ആൻഡ് യു കൻ ഹാവ് എ വിഡ്ത്ത് ഓഫ് 250. ദെൻ നോർമലി ഒരു ബട്ടൻ്റെ ഹൈറ്റ് വരുന്നത് ഒരു 48 ഒക്കെ ആയിരിക്കും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നൗ യു ഹാവ് എ bigger button, and if you want a space between these two, copy this, then put here. Okay, now you have a space here. I want to change the color. See, never think that like this. If you give the color to the കണ്ടെയ്നറിന് ഞാൻ കളർ കൊടുത്തു കഴിഞ്ഞാൽ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് കണ്ടെയ്നർ എടുക്കുന്നത്, അതിലായിരിക്കും കളർ വന്നിട്ടുണ്ടാവുക. ആൻഡ് ടേക്ക് ദിസ് കളർ ഫ്രം ഹിയർ, ദെൻ റൈറ്റ് സ്റ്റൈൽ, ദാറ്റ് ഈസ് ബട്ടൺ സ്റ്റൈൽ ഡോട്ട് ബട്ടൺ സ്റ്റൈൽ ക്ലാസ്സിനെ വിളിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ഹാവ് ബാക്ക്ഗ്രൗണ്ട് കളർ. സോ ഞാനിവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ സ്റ്റേറ്റ് പ്രോപ്പർട്ടി എന്നുള്ളതാണ്, ഡോട്ട് ഓൾ. ഓക്കെ, ദെൻ യു ക്യാൻ ഹാവ് കളേഴ്സ് ഡോട്ട് ഗ്രീൻ. ഓക്കെ, നൗ യു ക്യാൻ സി യുവർ ബട്ടൺ ഈസ് ഗ്രീൻ. ആൻഡ് ഇഫ് യു വാണ്ട് ടു ചേഞ്ച് ദ ബോർഡർ, ഓക്കെ, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്സ്റ്റ് മാറ്റണം, ബട്ടൻ്റെ പുറത്തുള്ള ടെക്സ്റ്റ്. സോ നിങ്ങൾക്ക് ടെക്സ്റ്റ് സ്റ്റൈൽ ഉണ്ടായിരിക്കും. ടെക്സ്റ്റ് സ്റ്റൈൽ ഈസ് കമ്മിങ് ഫ്രം ടെക്സ്റ്റ് സ്റ്റൈൽ and color white, and save it. No, I think you have to call that material state. Okay, material state property dot all. Okay, let me figure it out. Actually ഞാൻ ഈ മെറ്റീരിയൽ ബട്ടൺ സ്റ്റൈൽ ഇങ്ങനെ എഴുതാറില്ല, പക്ഷേ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ചേഞ്ച് ദിസ്. ഈ കളർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ കഴിയും സൈൻ അപ്പ് എന്നുള്ള. സി, ലെറ്റ് മീ ലീവ് ഇറ്റ് ആസ് ഇറ്റ് ഈസ്. ഓക്കെ, ഇതാണ്. ഇനി ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, ഈ ടെക്സ്റ്റ് ഫീൽഡിലുള്ള വാല്യൂ നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും സ്റ്റോർ ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഐ എം ഗോയിങ് ടു ഹാവ് എ പ്രിന്റ് ഹിയർ. പ്രിന്റ്, സി, കൺട്രോളറിനെ കോൾ ചെയ്യാം, നെയിം കൺട്രോളർ ഡോട്ട് ടെക്സ്റ്റ്. ആൻഡ് റിമെമ്പർ, നിങ്ങൾ ടെക്സ്റ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫീൽഡിൽ ടൈപ്പ് ചെയ്യുന്ന എല്ലാത്തിൻ്റെയും ടൈപ്പ് എന്തായിരിക്കും, ടെക്സ്റ്റ് ആയിരിക്കും. ഈവൻ നിങ്ങളൊരു നമ്പർ ടൈപ്പ് ചെയ്താലും അതിന്ന് വരുന്ന എല്ലാവരും എന്തായിരിക്കും, ടെക്സ്റ്റ് ആയിരിക്കും. ഇപ്പം ഞാനിവിടെ 10 ടൈപ്പ് ചെയ്താലും, ഞാനിവിടെ ടൈപ്പ് ചെയ്തത് 10 ആയിരിക്കും. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, നിങ്ങൾക്കറിയാം എങ്ങനെയാണ് അതിൻ്റെ ടൈപ്പ് കാണാമെന്നല്ല. കൺട്രോളറിനെ വിളിച്ചു, നെയിം കൺട്രോളർ ഡോട്ട് ടെക്സ്റ്റ് ഡോട്ട്
you can call the runtime type. Okay, let me run this. Save ചെയ്തിട്ട് ഞാനിവിടെ 10 എന്ന് എൻ്റർ ചെയ്തു, not here in the emulator. ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഐ എം ഗോയിങ് ടു ഹാവ് 10 here, ആൻഡ് ഇഫ് യു ക്ലിക്ക് ഹിയർ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ കണ്ടോ, ആക്ച്വലി ഞാൻ 10 ആണ് എൻ്റർ ചെയ്തത്, പക്ഷേ അതിൻ്റെ ടൈപ്പ് എന്താണ്? സ്ട്രിങ് ആണ്. അപ്പോൾ നിങ്ങൾ അതിന് എന്ത് ചെയ്യേണ്ടി വരും? യു ഹാവ് ടു കാസ്റ്റ് ഇറ്റ്. നിങ്ങൾക്ക് നമ്പർ അഡീഷൻ അല്ല ആഡ് ഒക്കെയാണ് ചെയ്യേണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇതിനെ നിങ്ങൾ കാസ്റ്റ് ചെയ്തെടുക്കേണ്ടി വരും. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ വാല്യൂ ആക്സസ് ചെയ്യാന്ന് പറഞ്ഞു. ഇനി ഇതേ കാര്യം തന്നെയാണ് ആർക്കും ഉണ്ടാവുക, ഇതേ പ്രോപ്പർട്ടികളൊക്കെ തന്നെയാണ് ആർക്കും ഉണ്ടാവുക. നമ്മളുടെ ടെക്സ്റ്റ് ഫോം ഫീൽഡിനും ഉണ്ടായിരിക്കുക. അപ്പോൾ ഞാൻ ഈ പ്രോപ്പർട്ടി ഒക്കെ കോപ്പി ചെയ്തിട്ട് ഈ ടെക്സ്റ്റ് ഫോം ഫീൽഡിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഐ എം ഗോയിങ് ടു സേവ് ദിസ്. നൗ ബോത്ത് ദ ഫീൽഡ്സ് ആർ സെയിം ആൻഡ് ബോത്ത് ഹാവ് ദാറ്റ് 10 വാല്യൂ ബിക്കോസ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സെയിം കൺട്രോളറാണ് കൊടുത്തത്. ഓക്കെ, നമ്മൾ ഡിസൈൻ നോക്കാം. ഫസ്റ്റ് നെയിം ദെൻ ഇമെയിൽ ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ സൈൻ അപ്പ് പേജിൽ വന്നിട്ട് ഞാനൊരു കൺട്രോളറും കൂടി ഉണ്ടാക്കുകയാണ്. ലെറ്റ് മീ കോപ്പി ദിസ്. കൺട്രോൾ ഡി പ്രസ് ചെയ്താൽ മതി, അപ്പോൾ നിങ്ങൾക്ക് ആ ലൈനിൻ്റെ ഒരു കോപ്പി എടുത്ത് തരും. സോ ദാറ്റ് ഈസ് ഫോർ ഇമെയിൽ കൺട്രോളർ. ദെൻ ഐ നീഡ് ടു ഡിസ്പോസ് ദാറ്റ് ഇമെയിൽ കൺട്രോളർ ഇമെയിൽ. ഓക്കെ, സോ ഇനി ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ബോക്സിൽ സ്റ്റിൽ അത് തന്നെയാണ്, ബിക്കോസ് നമ്മൾ കൺട്രോളർ എന്ത് ചെയ്തിട്ടില്ല, ചേഞ്ച് ചെയ്തിട്ടില്ല. സോ യു ഹാവ് ടു ചേഞ്ച് ഇറ്റ് ടു ബി ഇമെയിൽ കൺട്രോളർ. ഓക്കെ, സേവ് ചെയ്യാം. Now you have enter name and change that to be email and save it. Now you have enter email, and if you want a space between this thing, you can have a sized box of height of 10 or 15 whatever. Okay, so നിങ്ങൾക്ക് ഇവിടെ ബോക്സ് വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇതിൽ എൻ്റർ ചെയ്യുന്ന വാല്യൂ എവിടെയായിരിക്കും ഉണ്ടാവുക? ഇമെയിൽ കൺട്രോളറിലായിരിക്കും. അത് നിങ്ങൾക്ക് ഇമെയിൽ കൺട്രോളർ ഡോട്ട് ടെക്സ്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഞാൻ ഇങ്ങനെ പറയുകയാണ്, എനിക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇതൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിനാണ് നമ്മൾ ഫോം വാലിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെക്സ്റ്റ് ഫീൽഡിനകത്ത് ഓൾറെഡി എന്തില്ല, വാലിഡേറ്റർ എന്നുള്ള പാരാമീറ്റർ ഇല്ല. പക്ഷേ ടെക്സ്റ്റ് ഫോം ഫീൽഡിന് എന്തുണ്ട്? വാലിഡേറ്റർ എന്നുള്ള പാരാമീറ്റർ ഉണ്ട്. വാലിഡേറ്റർ എന്ന് പറയുന്നത് ഒരു അനോണിമസ് ഫംഗ്ഷൻ ആണ്. ദെൻ ഐ എം ഗോയിങ് ടു റൈറ്റ് ദിസ്, ആൻഡ് ഇവിടെ ഒരു പാരാമീറ്റർ ഉണ്ട്, ഇതിന് വാല്യൂ എന്നായിരിക്കും. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഞാൻ ഈ ടൈപ്പ് ചെയ്യുന്ന വാല്യൂ ആയിരിക്കും എവിടെ ഉണ്ടാവുക? ഇതിനകത്ത് ഉണ്ടായിരിക്കുക. എന്നിട്ട് ആ വാല്യൂ എടുത്തിട്ട് എന്ത് ചെയ്യണം? യു നീഡ് ടു ചെക്ക് അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം. നിങ്ങൾ പറഞ്ഞ കണ്ടീഷൻസ്, കൺസ്ട്രെയിൻസ് അതിൽ അപ്ലൈ ചെയ്യുക. ഞാൻ പറയുകയാണ് വാല്യൂ ഈസ് എം ടി, ദെൻ ഐ വാണ്ട് ടു റിട്ടേൺ എൻ്റർ എ വാലിഡ് ഇമെയിൽ. ഓക്കെ, ദെൻ പുട്ട് എ സെമിക്കോൺ. ആൻഡ് ഇതേപോലെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് എഴുതാം. വാല്യൂ എന്ന് പറയുന്നതിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണം. ഇഫ് ഇറ്റ് ഈസ് എ നമ്പർ, വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ 10 ആയിരിക്കണം, അല്ലെങ്കിൽ അതിന് നമ്പർ ഓഫ് ലെങ്ത് ഇത്ര ആയിരിക്കണം. അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ ഇവിടെ എഴുതാം. ആൻഡ് ഏതാണോ ചെക്ക് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ ചെക്ക് ചെയ്തിട്ട് യു ക്യാൻ ഹാവ് എ റിട്ടേൺ. ആൻഡ് യു ക്യാൻ ഈവൻ റൈറ്റ് ഇറ്റ് ആസ് അനദർ ക്ലാസ്. നോർമലി നമ്മൾ എഴുതുക വാലിഡേറ്റർ ക്ലാസ് വേറെ എഴുതിയിട്ട് അതിനെയായിരിക്കും നമ്മൾ ഇവിടെ കോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഡയറക്റ്റ് ഇവിടെ എഴുതിയേക്കാണ്. നോർമലി നമ്മൾ ആക്ച്വൽ ഡെവലപ്മെന്റിൽ വാലിഡേറ്റർ സെപ്പറേറ്റർ ക്ലാസ് ആയിട്ടൊക്കെ എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, ലേറ്റർ ഞാൻ വേറെങ്കിലും ഒരു വീഡിയോ നമുക്ക് ചെയ്യാം വാലിഡേറ്റർ ക്ലാസ് എങ്ങനെ എഴുതുക എന്നുള്ളത്. ഇഫ് സപ്പോസ് നിങ്ങൾക്ക് ഇമെയിൽ വാലിഡേറ്റ് ചെയ്യണം, ഇമെയിൽ വാലിഡേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് റെഗുലർ എക്സ്പ്രഷൻ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ഹാവ് ഇമെയിൽ വാലിഡേഷൻ. ഓക്കെ, ഇനി ഇത്ര എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ലെറ്റ് മീ ലീവ് ഇറ്റ് ബ്ലാങ്ക്. ഇവിടെ സേവ് ചെയ്തു. ഇവിടെ ഞാൻ ഒന്നും ടൈപ്പ് ചെയ്തിട്ടില്ല, ആസ് ഇറ്റ് ഈസ്. ലെറ്റ് മീ റീലോഡ് ദിസ്. ഓക്കെ, ഞാൻ ഒന്നുകൂടി റീലോഡ് ചെയ്തു. അപ്പോൾ പേജ് ഒന്നുകൂടി ലോഡായി വന്നു. ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. ഇവിടെ നമ്മളൊരു പ്രിന്റ് എഴുതി വെച്ചിട്ടുണ്ട്, യു ഹാവ് നത്തിങ് ഹിയർ, നള്ളാണ്. ബിക്കോസ് എന്തില്ല, ഇവിടെ ഒന്നുമില്ല. ഇവിടെയാണ് നമ്മൾ വാലിഡേറ്റർ എഴുതിയേക്കുന്നത്. ആ വാലിഡേറ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇവിടെ ഇപ്പോൾ ഞാൻ ഇതിന് പകരം ഇമെയിൽ കൺട്രോളർ എഴുതിയിട്ടുണ്ട്. ദെൻ ഇവിടെ ഞാൻ ഇമെയിൽ കൺട്രോളർ ഡോട്ട് ടെക്സ്റ്റ് വിളിക്കുകയാണെങ്കിൽ യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് എനിത്തിങ്. ഇവിടെ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല. ബിക്കോസ് ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ഗോട്ട് 2 നൾ വാല്യൂസ് ഹിയർ. ഇവിടെ കണ്ടോ, നൾ വാല്യൂ. ബിക്കോസ് നമ്മളിവിടെ വാല്യൂ എൻ്റർ ചെയ്തില്ല. പക്ഷെ നമുക്കിത് കാണിക്കണം ഇവിടെ ഇവിടെ വാല്യൂ മാൻഡേറ്ററി ആണെന്നുള്ള കാര്യം. അതെങ്ങനെ ചെയ്യും? അതിനു വേണ്ടി ചെയ്യേണ്ടത്, ഞാൻ ഈ ഫോമിനെ, ഈ കോളത്തെ ഞാൻ ഫോം എന്ന് പറയുന്ന ഒരു വിഡ്ജറ്റ് വെച്ച് റാപ്പ് ചെയ്തു. ഓക്കെ, സോ ദിസ് ഇസ് ജസ്റ്റ് വെരി സിമ്പിൾ കൺസെപ്റ്റ്. നിങ്ങൾക്ക് ഒരു പേജിൽ മൾട്ടിപ്പിൾ ഫോംസ് പോസിബിൾ ആണ്. ഒരു ഫോമിന്റെ ഉള്ളിലാണ് എന്ത് കിടക്കുന്നത്. ഇപ്പൊ നിങ്ങൾ HTML ഒക്കെ ഫെമിലിയർ ആണെങ്കിൽ നമുക്കറിയാം, ഫോം എന്ന് എഴുതിയിട്ടായിരിക്കും ഒരു ഫോം കണ്ടെയ്നർ അല്ലെങ്കിൽ ഫോം ടാഗിന്റെ ഉള്ളിലായിരിക്കും നമ്മൾ ഇൻപുട്ട് എലമെന്റ്സ് നോർമലി കൊടുക്കുക.
ഇഫ് യു വാണ്ട് ടു പ്രോസസ് ദാറ്റ് ഇൻ സം ബാക്ക് എൻഡ് അല്ലെങ്കിൽ PHP ലോ ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ നിങ്ങൾക്ക് പ്രോസസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു ഫോമിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. then you can give a unique ID for that form. ഇവിടെ നമ്മൾ ഫ്ലട്ടറിൽ കീ എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. യു ക്യാൻ ഹാവ് എ യുണീക്ക് കീ ഫോർ ദിസ് ഫോം. ഇത്രേ ഉള്ളൂ. മൾട്ടിപ്പിൾ ഫോംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ കീ ഉപയോഗിച്ച് ഇതിന്റെ യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ഇനി ഞാൻ ചെയ്യുന്നത്, ഐ വാണ്ട് ടു ക്രിയേറ്റ് എ കീ. ലെറ്റ് മീ ക്രിയേറ്റ് ഫൈനൽ അണ്ടർസ്കോർ ദിസ് ഇസ് സൈൻ അപ്പ് കീ. ഈ പേര് എന്തും കൊടുക്കാം. ഇപ്പൊ ഞാനത് കീ ആണെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു കീ അപ്പൻഡ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് കമ്മിങ് ഫ്രം എ ക്ലാസ് കോൾഡ് ഗ്ലോബൽ key. Then the type is form state. Okay, then put a semicolon. Now you can pass that key here. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, pass that key. And using this key നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, you can do something. നമ്മൾ ഫോം സ്റ്റേറ്റ് കീ ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കീ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫോമിന്റെ കറണ്ട് സ്റ്റേറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അത് ചെക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇവിടെ വന്നിട്ട് ബട്ടണിൽ വരിക, ഡയറക്റ്റ് ഇത് പ്രിന്റ് ചെയ്യുക അല്ലെങ്കിൽ DBയിലേക്ക് സേവ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചെക്ക് ചെയ്യണത് ഇഫ് അണ്ടർസ്കോർ that sign up key dot current state, that is nullable, current state dot validate. Okay, അങ്ങനെ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇതിനുള്ളിൽ കയറിയിട്ട് എന്ത് ചെയ്യണം, എന്താണോ നമുക്ക് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഈ വാലിഡേഷൻ ഇത് ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഫൈൻഡ് ദ ഫോം വിത്ത് ദിസ് കീ. ഈ കീയുള്ള ഫോം ഫൈൻഡ് ചെയ്യുക. ആൻഡ് വാട്ട് ഈസ് ദ കറണ്ട് സ്റ്റേറ്റ് ഓഫ് ദിസ് വാലിഡേറ്റർ ലോജിക്. ഇതിനകത്തുള്ള ഫോം ഫീൽഡുകളിലെ വാലിഡേറ്റർ ലോജിക് എന്താണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇവിടെ വരും. ഇവിടെ വന്ന് ചെക്ക് ചെയ്യും. ഇതിൽ ഒരെണ്ണേ ഉള്ളൂ. ആൻഡ് ഇവിടെ വന്ന് ചെക്ക് ചെയ്തു. ഇത് ഓക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ കണ്ടീഷൻ എന്ന് പറയുന്നത് ട്രൂ അല്ല എന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ഇതിൽ വാല്യൂ ഉണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എ ട്രൂ. നിങ്ങൾക്കൊരു എന്ത് കിട്ടും, ഒരു ട്രൂ വാല്യൂ കിട്ടും. അങ്ങനെ എത്ര ഫോം ഫീൽഡ് ഉണ്ടോ അവിടെയൊക്കെ പോയി നോക്കും. ഫൈനലി ഇതെല്ലാം കൂടി ആൻഡ് ഓപ്പറേഷൻ ആണ്. എല്ലാ വാലിഡേറ്ററും ഓക്കെ ആണെങ്കിൽ ഫൈനലി യു വിൽ ഗെറ്റ് എ ട്രൂ. അപ്പൊ ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? ഇതിന്റെ ഉത്തരം ദിസ് ഈസ് എ ബൂൾ വാല്യൂ. ഞാൻ ഇവിടെ ഡയറക്റ്റ് എഴുതിയത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ എഴുതാം. ഇവിടെ ഫൈനൽ ബൂൾ ഓക്കെ, ഒരു വേരിയബിൾ ഈക്വൽ ടു ദിസ് തിങ്. ഓക്കെ, ആൻഡ് ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, ഇഫ് ഓക്കെ ദാറ്റ് ഈസ് ഇഫ് ട്രൂ ഓർ ഓക്കെ ഈക്വൽ ടു ട്രൂ എന്ന് എഴുതുന്നതാണ്. അതിന് ഇക്വലന്റ് ആണെന്ത്, ഇഫ് ഓക്കെ എന്ന് എഴുതി കഴിഞ്ഞാൽ. ഇത് ഞാൻ ഡയറക്റ്റ് ഇവിടെ എഴുതിയതാണ്, ഇങ്ങനെ മാറ്റി എഴുതാതെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എടുത്ത് ഇവിടെ ഡയറക്റ്റ് എഴുതാം. ഓക്കെ, സോ ഇനി നോക്ക്, ഇവിടെ വന്നിട്ട് ഞാൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നൗ യു ഗോട്ട് എ വാലിഡേറ്റർ, എൻ്റർ എ വാലിഡ് ഇമെയിൽ. ഇവിടെ കണ്ടു ഒരു എറർ വന്നത്. ആൻഡ് ഇതാണ് എന്ത് വാലിഡേഷൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് നോക്ക്, നമ്മളുടെ വാലിഡേറ്റ് ചെയ്ത സമയത്ത് ഇതിന്റെ സ്റ്റേറ്റ് മാറി. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വേറെ ഒരാളും കൂടി ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് എറർ ബോർഡർ. ഓക്കെ, എറർ ബോർഡർ. ഐ വാണ്ട് ദ സെയിം ഔട്ട്ലൈൻ ബോർഡർ. ഓക്കെ, ദെൻ ബോർഡർ സൈഡ് ഒക്കെ സെയിം ആണ്. ലെറ്റ് മീ കോപ്പി ദിസ് തിങ്, ബോർഡർ സൈഡ്. ഓക്കെ, ആൻഡ് ഐ വാണ്ട് ദ ബോർഡർ സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. പക്ഷെ ഇത് എനിക്ക് വേറൊരു കളറിൽ വരണം. ഇത് എറർ സ്റ്റേറ്റ് ആണെന്ന് അറിയാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യണം, ഐ വാണ്ട് ഇറ്റ് ടു ബി റെഡ്. സോ മേക്ക് ഇറ്റ് റെഡ് ആൻഡ് സേവ് ഇറ്റ്. നൗ യു ക്യാൻ സീ ഇറ്റ് ഈസ് റെഡ്. ആൻഡ് യു ക്യാൻ ഈവൻ കൺട്രോൾ ദിസ് ഈ പറയുന്ന എറർ ടെക്സ്റ്റിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. എറർ ടെക്സ്റ്റ് എവിടെ നിന്ന് വന്നതാണ്, ഈ ടെക്സ്റ്റ് ആണ് എന്ത് എറർ ടെക്സ്റ്റ് നോക്കുക. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം, അതിന്റെ കളർ മാറ്റാം, അങ്ങനത്തെ കാര്യമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എറർ സ്റ്റൈൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് സ്റ്റൈൽ. ദെൻ എന്നിട്ട് എന്ത് ചെയ്യാം, കളർ ടു ബി ഐ വാണ്ട് ദ കളർ ടു ബി റെഡ് ആസെന്റ് എന്നുള്ള കളറിൽ വരണം. ഓക്കെ, ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സം അതർ കളർ. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, വേറൊരു കളറിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് വന്നിട്ടുണ്ടാവും. ഇവിടെ കണ്ടോ. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ എന്തില്ല, ഇതിന് വാലിഡേറ്റർ എന്ന് പറയുന്ന ആൾ ഡീഫോൾട്ട് ആയിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, യു ഹാവ് ടു റൈറ്റ് എ വാലിഡേറ്റർ. ആൻഡ് ഐ തിങ്ക് ആ ഒരു വാലിഡേഷൻ എറർ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കലൊക്കെ കുറച്ച് പണിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാലിഡേഷൻ വേണമെങ്കിൽ ദ സിംപ്ലസ്റ്റ് വേ എന്ന് പറയുന്നത് മേക്ക് ഇറ്റ് എ ടെക്സ്റ്റ് ഫോം ഫീൽഡ്. ആൻഡ് സോ അപ്പോൾ ഇതാണ് എന്ത് ടെക്സ്റ്റ് ഫീൽഡും ടെക്സ്റ്റ് ഫോം ഫീൽഡും. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ ആൻഡ് ദിസ് ഇസ് വെരി സിമ്പിൾ. ആൻഡ് കൺട്രോളർ മറക്കരുത്. ആൻഡ് നെവർ പുട്ട് സെയിം കൺട്രോളർ. കോപ്പി ചെയ്തിടുമ്പോൾ ഇത് കോപ്പി ചെയ്തിടുമ്പോൾ സെയിം കൺട്രോളർ ആവരുത്. ഓക്കെ, ആൻഡ് ഇത് ഞാൻ ടെക്സ്റ്റ് മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഐ എം ഗോയിങ് ടു മേക്ക് ദിസ് ഇസ് ഇമെയിൽ അഡ്രസ് ആക്കി. നൗ ഇതിൽ ക്ലിക്ക് ചെയ്താൽ വരുന്നതിനകത്ത് എന്തുണ്ടായിരിക്കും, ഇമെയിൽ. ആൻഡ് ഇവിടെ കണ്ടോ, ഇവിടെ ലെറ്റ് മീ സേവ് ഇറ്റ്, ഒന്നുകൂടി റീബൂട്ട് ചെയ്യാം. ക്ലിക്ക് ചെയ്തു ആൻഡ് ഐ ഹാവ് എൻ എറർ. ഇവിടെ ഈ ഒരു സ്റ്റേറ്റ് കണ്ടോ, ഇത് ആക്ച്വലി അവിടെ എറർ അടിച്ചിരുന്നു. എററിൽ നിന്നും ഫോക്കസിലേക്ക് പോയ സ്റ്റേറ്റ് ആണ്, അവിടെ അത് വന്നിട്ടില്ല. ആൻഡ് യു ക്യാൻ ടാക്കിൾ ദാറ്റ്.
അങ്ങനത്തെ കാര്യമൊക്കെ ചെയ്യാൻ പറ്റും. വീഡിയോ ലെങ്തി ആവുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിവിടെ പറയുന്നില്ല. യു ക്യാൻ റിസർച്ച് ഓൺ ദാറ്റ് ഹൗ ടു മേക്ക് ദിസ് തിങ് ഇങ്ങനെ ആക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇനി ഞാനിവിടെ വാലിഡ് ആയിട്ടൊരു ഒരു ഇമെയിൽ ആണെന്ന് നമ്മൾ വാലിഡേറ്റ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു അവിടെ എന്തെങ്കിലും വാല്യൂ ഉണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും, യു വിൽ ഗെറ്റ് ദാറ്റ് പ്രിന്റഡ് ഹിയർ. ഓക്കെ, പക്ഷെ ആദ്യം പ്രിന്റ് ചെയ്യാത്തതിന്, ആദ്യം എറർ വരാത്തതിന് കാരണം നമ്മൾ ഇതിലെന്തില്ല, വാലിഡേറ്റർ ഇല്ല. സി ഐ എം ഗോയിങ് ടു ഹാവ് സം നെയിം ഹിയർ, സേവ് ഇറ്റ്. നൗ യു ഹാവ് ബോത്ത് ദ നെയിംസ് ഹിയർ. ഇവിടെ എന്ത് വന്നിട്ടുണ്ടാവും, സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 2 നെയിം എന്ത് ചെയ്തിട്ടുണ്ടാവും, വന്നിട്ടുണ്ടായിരിക്കും. ആൻഡ് ദിസ് ഇസ് ഹൗ യു ക്രിയേറ്റ് എ ടെക്സ്റ്റ് ഫീൽഡ്. ഐ തിങ്ക് ദ ഐഡിയ ഇസ് ക്ലിയർ ആൻഡ് ട്രൈ ദിസ്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ബാക്കി, അതായത് ഇവിടെ നമ്മൾ ഈ പാസ്വേഡ് ഫീൽഡ് ഉണ്ട്, ഹൗ ടു ക്ലിക്ക് ദിസ് പാസ്വേഡ് ഫീൽഡ് സെയിം, പക്ഷേ അതിന് വേറൊരു പ്രോപ്പർട്ടി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, പാസ്വേഡ് ഹിഡൻ ആക്കും. ദെൻ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഷോ ചെയ്യണം. ദെൻ എന്താണ് റേഡിയോ ബട്ടൺ, എന്താണ്, എങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ പിക്ക് ദ ഡേറ്റ്, ദെൻ ചെക്ക് ബോക്സ് എന്താണ്, ഇത്തരം കാര്യങ്ങളായിരിക്കും നമുക്ക് നോക്കാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതേപോലത്തെ ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ കുറേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്ലട്ടർ സീരിയസ് ആയിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദിസ് ഈസ് ദ ബെറ്റർ പ്ലേസ് ഫോർ യു. ആൻഡ് ഐ എം ഡാം ഷുവർ ദാറ്റ് നോബഡി ഈസ് ഗോയിങ് ടു എക്സ്പ്ലെയിൻ യു തിങ്സ് ലൈക്ക് ദിസ്. ഓക്കെ, സോ സബ്സ്ക്രൈബ്, വാച്ച് ദ വീഡിയോ ആൻഡ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഷെയർ ദ വീഡിയോ ടു യുവർ ഫ്രണ്ട്സ്. അവർ ഫ്ലട്ടർ പഠിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ താങ്ക് യു. സീ യു സൂൺ.